താങ്കൾ ഈ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കോട്ട് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തനിമയൊന്നുമല്ല. താങ്കൾ ഇട്ടിരിക്കുന്ന ആ ഷർട്ട് ഒരുപക്ഷെ താങ്കൾ മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ട് അവിടെയും ഉപയോഗിക്കുന്ന വസ്ത്രധാരണം എന്താണ് എന്ന് എനിക്ക് ഊഹിക്കാം. അവിടെയൊന്നും ഉപയോഗിക്കുന്നതൊന്നും നമ്മുടെ സാംസ്കാരിക ഇന്നലകളിൽ നിന്ന് എടുത്തതല്ല. അതൊക്കെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തെ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടാകാം. നമ്മുടേതായ പല തരത്തിലുള്ള കണ്ടെത്തലുകൾ മറ്റു രാജ്യങ്ങൾ അത് ഗുണകരം എന്ന മട്ടിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യോഗാ ദിനം ആചരിക്കുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്താണ് വ്യാപകമായി മറ്റു രാജ്യങ്ങളിൽ യോഗ ആചരിക്കുന്നത്. അത് സാംസ്കാരികമായി ഞങ്ങൾക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ മാറ്റി നിർത്തുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഒരു വിയോജിപ്പ്, അതായത് ഞാൻ ധരിക്കുന്ന ഇപ്പോൾ ധരിച്ചിട്ടുള്ള വസ്ത്രമോ, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ധരിക്കുന്ന കോട്ടോ, അതൊന്നും എന്റെ സംസ്കാരത്തിന് വിരുദ്ധമല്ല. അപ്പോൾ താങ്കൾ ഷാർപ്പായി പറയും, എന്താണ് സൂംബ ഡാൻസിലെ സാംസ്കാരിക വിരുദ്ധത എന്താണ്? സാംസ്കാരിക വിരുദ്ധത എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിന്റെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സാംസ്കാരിക വിരുദ്ധത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതില് സാംസ്കാരിക വിരുദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ചില തുള്ളലുകൾ, പാടലുകൾ, അതിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ, ഇതിനൊക്കെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കാൻ പാട്ട് സാംസ്കാരികമായി എതിർക്കപ്പെടേണ്ട ഒന്നാണോ? നൃത്തം സാംസ്കാരികമായി എതിർക്കപ്പെടേണ്ട ഒന്നാണോ? അതിലേതാണ്? താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഏത് തരത്തിലാണ് മനുഷ്യനെ, ഒരു സംഗീതം ഏത് തരത്തിലാണ് മനുഷ്യന് സാംസ്കാരികമായ തെറ്റായി മാറുന്നത്? നൃത്തം ഏത് തരത്തിലാണ് സാംസ്കാരികമായി തെറ്റായി മാറുന്നത്? വ്യായാമം ഏത് തരത്തിലാണ് സാംസ്കാരികമായ പിഴവായി മാറുന്നത്? ഷിഹിലാൽ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ അഭിലാഷേട്ടൻ പിന്നെ വിടണം. അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പോ വ്യായാമം ഓക്കെയാണ്, വ്യായാമത്തിന് എല്ലാവരും അനുകൂലമാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. താങ്കളിപ്പോ സ്ട്രോവാൻ അടിക്കണം, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വ്യായാമം പാടില്ല, അത് സംസ്കാരത്തിനെതിരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റ് എലമെന്റുകൾ, ഇതിലുള്ള മറ്റ് എലമെന്റുകൾ ഏതെങ്കിലും വിഭാഗത്തിന് അതിൽ ആ എലമെന്റ് ഏതാന്ന് കൂടി ഒന്ന് പറയാമോ? ആ എലമെന്റ് ഏത് വിഭാഗത്തിന് എതിർപ്പ് എന്ന് പറയാമോ? ഇവിടെയുള്ള ഒരുപാട് വിഭാഗത്തിന് ഇപ്പൊ ഏറ്റവും അല്ല, എലമെന്റ് എന്താണ്? എലമെന്റ് എന്താണ്? അതിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം? സൂംബയിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ ആദ്യം ഉദ്ധരിച്ച ഉദാഹരണം തന്നെ അതിന് പ്രസക്തമാണ്. അതായത് ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അതിന്റെ ഹെൽത്ത് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ കാര്യങ്ങളൊക്കെ പറയണം. ഇത് വന്ന എലമെന്റുകൾ, ഇതിലുള്ള എലമെന്റുകൾ, ഇപ്പൊ മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുള്ളിച്ചാടലുകൾ, മിക്സിങ്, ഫ്രീ മിക്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിന്, ഞാൻ ഒരു ഉദാഹരണം പറയാണ്, മറ്റു പല സമുദായങ്ങൾക്കും സൊസൈറ്റികൾക്കും വി ഡി സതീശൻ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താണ്, ചില ആളുകൾക്ക് ഇപ്പൊ എല്ലാവരും പറഞ്ഞു, അതായത് താങ്കൾ പറഞ്ഞ ആ പോയിന്റ് ആണ് അതിൽ ഏറ്റവും പ്രസക്തം. ഇത് ഈ മിക്സിംഗ് ആണ്, അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്നുള്ളതാണല്ലോ പ്രശ്നം, അല്ലേ? അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണോ? അതാണോ പ്രശ്നം യഥാർത്ഥത്തിൽ? അതൊരു പ്രശ്നമാണ്. അത് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞത് പ്രശ്നമാണ് തന്നെയല്ലേ? അവിടെ ശ്രീ ഹിലാൽ, ഇതാ താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ടത്. താങ്കളുടെ കൂടെ പുരുഷന്മാർ മാത്രമാണോ പഠിക്കുന്നത്? താങ്കളെ പുരുഷന്മാർ മാത്രമാണോ പഠിപ്പിക്കുന്നത്? താങ്കളുടെ ഒപ്പം സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമാണോ? നിങ്ങൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച്, ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം എന്ത്, ആ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതടക്കം, ഞാനും താങ്കളുമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ട് വിഭാഗമായി ഇരുന്നു കൊണ്ടാണോ പഠിക്കുന്നത്? അല്ല, തീർച്ചയായും അല്ല. ഞാൻ പറയുന്നത് ഒരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഞാൻ പഠിക്കുന്നത് ഒരുമിച്ചല്ലേ, ഒരുമിച്ചാണ്, അതിൽ എനിക്ക് പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായി ഞാൻ മെഡിക്കൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഫ്രീ മിക്സിംഗ് ഉണ്ടാവുമ്പോൾ ശരി താങ്കളെ പറഞ്ഞെടുത്തൊരു പോയിന്റ് ഉണ്ട്, എനിക്ക് പ്രശ്നമില്ല എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പറയാണ്, മെഡിക്കൽ വിദ്യാർത്ഥി പറയാണ്, എനിക്ക് ആൺകുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുകയോ, ഒരാൺകുട്ടി പറയുകയാണ് എനിക്ക് പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് ഈ മെഡിക്കൽ സയൻസ് പഠിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് സംവിധാനം ഒരുക്കി കൊടുക്കണം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ. അപ്പോൾ ഹിലാൽ, താങ്കൾ പറയുന്ന തലത്തിലേക്ക് മനുഷ്യരാശി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളല്ലേ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടത്? സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ അത് തെറ്റല്ല. അതായത് ഇവിടെ ഇപ്പോൾ താങ്കൾ പഠിക്കുന്നത് മെഡിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ താങ്കളുടെ ശ്രദ്ധ ആ മെഡിക്കൽ സബ്ജക്റ്റിലാണ്. അവിടെ ഏത് പെൺകുട്ടിയാണ് അത് പഠിക്കുന്നത്, ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളടത്തല്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ അവൾ ശ്രദ്ധ ഫോക്കസ് ചെയ്യുന്നത് ആ വിഷയത്തിലല്ലേ?
എന്നെ പറയാൻ അനുവദിക്കണം. അതായത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലോകവീക്ഷണം ഉണ്ടാവും. അഭിലാഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ലിബറൽ ലോകവീക്ഷണം ആവാം. ആ ലോകവീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു വേൾഡ് വ്യൂവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം, പിന്നെ ഫ്രീ മിക്സ് ചെയ്താൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ ഫ്രീ സെക്സ് സൊസൈറ്റി വന്നാൽ എന്താ കുഴപ്പം, കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന അല്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് താങ്കൾ ഇതുമായി താരതമ്യം ചെയ്യില്ലേ? കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് ഇതുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യരുത്. ഞാൻ പറഞ്ഞ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ പറയുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ലോകവീക്ഷണം ഉണ്ട്. ആ ലോകവീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ആ ലോകവീക്ഷണത്തിനപ്പുറം ഹിലാൽ, എന്റെ അച്ഛനും അമ്മയും ചിന്തിച്ചതിൽ നിന്ന് മാറിയാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്നൊരു ബോധ്യം കൂടിയുണ്ട്. കാരണം ഞാൻ 2025-ലാണ് ജീവിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ജനിച്ചത് അതിനുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ സാംസ്കാരിക പശ്ചാത്തലമോ ആ സാമൂഹിക പശ്ചാത്തലമോ ആ ജീവിത നിലവാരത്തിലോ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മുന്നോട്ടാണ് നോക്കുന്നത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലോകവീക്ഷണം ഉണ്ടാകും. എന്റെ ലോകവീക്ഷണത്തിന് പ്രകാരം ഇത് തെറ്റാണ്, അതെനിക്ക് വിശ്വസിക്കാമല്ലോ. അത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഇവിടെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് മെഡിക്കൽ വിദ്യാർത്ഥിയല്ലേ, പുതിയ കാലത്തേക്ക് സഞ്ചരിക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ ധാർമ്മികത അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തുറന്നിടണം എന്ന് പറയുന്നത് അത് ആരും ഉണ്ടാക്കി വെച്ച ആക്സിയമാണ്. ആ ആക്സിയത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം ഇവിടെയുള്ള എല്ലാവർക്കും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റി ഉണ്ട്. ആ മൊറാലിറ്റിയിൽ നിന്നുകൊണ്ട് അതിലെന്താണ് ശ്രീ ഹിലാൽ, അതായത് ഒരു സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്നു. അവർ ഒരുപക്ഷെ ഒരുമിച്ച് പഠിക്കുക മാത്രമല്ല, അവർ ഇന്റർവെൽ സമയങ്ങളിൽ ഒരുമിച്ച് കളിക്കുന്നുണ്ടാകാം, ചിരിച്ച് രസിക്കുന്നുണ്ടാവാം, തോളിൽ കൈയിട്ട് നടക്കുന്നുണ്ടാകാം. അങ്ങനെയാകണം സ്ത്രീയും പുരുഷനും. അതാണ് സ്ത്രീയെ സ്ത്രീയായും പുരുഷനെ പുരുഷനായും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ കുട്ടികൾ വളരാനെന്ന് അവരെ ബോധിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിലിപ്പോൾ വസ്ത്രത്തിന്റെ വിഷയം വിട്ടേക്കൂ. കാരണം മന്ത്രി കൃത്യമായി പറഞ്ഞു, ഇനിയിപ്പോൾ വസ്ത്രമാണ് വിഷയമെങ്കിൽ അങ്ങനെ ഒരു വസ്ത്രം അല്പവസ്ത്രമൊന്നും ധരിക്കാൻ പറയുന്നില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ അനുവദിക്കണം. അതായത് അഭിലാഷ് ചേട്ടൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അത് താങ്കളുടെ വീക്ഷണമാണ്. എനിക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങൾ അങ്ങനെയല്ല. എന്റെ വീക്ഷണങ്ങൾ എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ പോക്കിനനുസരിച്ച് എനിക്കും മാറി ചിന്തിക്കേണ്ടതായി വരും. അങ്ങനെ മാറാത്തവരെ മാറ്റാനാണ് ഞാൻ പ്രേരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ എന്താ പറയുക, ഞാൻ ഒരാളെ കൊല ചെയ്യുന്നു, അതിനുശേഷം എൻ്റെ ശരി അതാണ്, എനിക്ക് കൊല ചെയ്യാൻ താല്പര്യമുള്ളവരെയൊക്കെ ഞാൻ കൊല ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം അതിനെ അനുവദിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് പിന്നെ ഈ തരത്തിലുള്ള വീക്ഷണങ്ങൾ, ലോക വീക്ഷണങ്ങൾ എംബ്രേസ് ചെയ്യാനുള്ള അനുവാദങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന വീക്ഷണങ്ങൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു മോറൽ കോഡ് ഉണ്ട്. ആ മോറൽ കോഡ് അനുസരിച്ച് ജീവിക്കണം, ഒരു മൊറാലിറ്റി അനുസരിച്ച് ജീവിക്കണം എന്ന് ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുണ്ടാവണം. അതാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സൂംബ ഡാൻസ് മുന്നോട്ട് വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് പിന്നെ പുസ്തകത്തിൽ ഞാൻ വേണേൽ അത് കാണിക്കാം. പുസ്തകത്തിൽ കാണിച്ചിട്ടുള്ള പിക്ചറിലടക്കം കാണിക്കുന്നത് പിന്നെ അല്പവസ്ത്രധാരിയായിട്ടുള്ള സ്ത്രീകളെയാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായി പറഞ്ഞത് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കൾച്ചർ ഞങ്ങൾ എന്തായാലും എംബ്രേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായി നിന്നുകൊണ്ടാണ് ഈ അല്പവസ്ത്രത്തെ കുറിച്ചൊക്കെ താങ്കൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നതാണ്. താങ്കളെങ്കിലും സമൂഹത്തോട് പറയണ്ടേ, ശരിക്ക് ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സ്ത്രീയും പുരുഷനും എന്നതിനെ ശാരീരികമായി തിരിച്ചറിയൂ. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരന്തരവുമില്ല. സ്ത്രീയും പുരുഷനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കായികക്ഷമത കൂടുതലോ കുറവോ ഒന്നുമില്ല. ശരി, തീർച്ചയായും ഞാൻ പറയുന്നത് മുഴുവൻ അബദ്ധം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്ത്രീയെയും പുരുഷനെയും പരസ്പരം തിരിച്ചറിഞ്ഞ് ആ അറിവിലൂടെ വളരുകയാണ് ചെയ്യേണ്ടത് എന്നതാണ്. അല്ലാതെ മൂടിവെക്കപ്പെട്ടോ പരസ്പരം കണ്ണ് പൊത്തിയോ അല്ല നമ്മുടെ കുട്ടികൾ വളരേണ്ടത് എന്ന നിലപാടാണ് എനിക്കുള്ളത്. അത് അബദ്ധമെന്ന് താങ്കൾക്ക് ആവർത്തിക്കുവാനുള്ള ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിച്ചുകൊണ്ടേയിരിക്കും. ശ്രീ ആരിഫ്, ഞാൻ ഇന്നലെ ഈ വിഷയം